പ്രോമിസ് കൊടുക്കുക, പ്രോമിസ് ഫുൾഫിൽ ചെയ്യുക, പ്രോമിസ് കൊടുക്കുക, പ്രോമിസ് ഫുൾഫിൽ ചെയ്യുക. ഒരു സ്ഥാപനത്തിൻ്റെ പരസ്യം കാണുന്ന സമയത്ത് സെക്യൂരിറ്റി ഗാർഡിനോടോ റിസപ്ഷനിലുള്ള സ്റ്റാഫിനോടോ സെയിൽസ് പേഴ്സണോടോ ഒക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു പ്രോമിസ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് എന്ത് ഔട്ട്കമാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച ഒരു പ്രോമിസ് ആയിരിക്കാം. എന്നാൽ അത് മാത്രമല്ല, എങ്ങനെയാണ് അവർ ഔട്ട്കം ഡെലിവർ ചെയ്യുക, അവരെങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്, എന്താണ് അവരുടെ വൈബ്, അവർ ഫ്രണ്ട്ലി ആണോ അതോ അവർ സീരിയസ് ആണോ, അവർ സ്ലോ ആണോ അവർ ഫാസ്റ്റ് ആണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലെ ഒരു പ്രോമിസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ആ സ്ഥാപനവുമായിട്ട് നമ്മൾ ഇടപെടുന്ന സമയത്ത് കസ്റ്റമറുടെ ഒരു ജേണി ഉണ്ട്. ആ സർവീസ് ഉപയോഗിച്ച് ആ ഇടപാട് പൂർത്തിയാക്കുന്നത് വരെ ഉള്ള ജേണി ഉണ്ട്. അത് പൂർത്തിയാക്കുമ്പോഴേക്കും ഒരു കസ്റ്റമർ അറിഞ്ഞോ അറിയാതെയോ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ആദ്യത്തെ പ്രോമിസ് മീറ്റ് ചെയ്തോ എന്നുള്ളതാണ്. പ്രോമിസ് കൊടുക്കുക, പ്രോമിസ് ഫുൾഫിൽ ചെയ്യുക, പ്രോമിസ് കൊടുക്കുക, പ്രോമിസ് ഫുൾഫിൽ ചെയ്യുക. പ്രോമിസ് കൊടുക്കാതിരുന്നാൽ ആളുകളെത്തില്ല, റോങ് ആയിട്ടുള്ള പ്രോമിസ് കൊടുത്താൽ റോങ് ആയിട്ടുള്ള ആളുകളെത്തും. അവർക്ക് വേണ്ടി നമുക്കൊന്നും ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. പ്രോമിസ് കൊടുത്തിട്ട് പ്രോമിസ് ഫുൾഫിൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ രണ്ടാമതെത്തില്ല. അതും ബിസിനസ്സിന് ചലഞ്ചാണ്.